ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 15-ാം ദശകത്തിലെ 6-ാം ശ്ലോകത്തെ കാണാം. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്തി കുടുംബം പ്രതിദിനമനുപുഷ്ണൻ ശ്രീചിതോ ബാലലാളി വിശദി ഗൃഹസക്തോ യാതനാമയ്യഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്തേന കാദി. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ശ്രദ്ധ ചെയ്യാം. പ്രതിദിനം ബഹുല ഹിംസാസഞ്ചിതാർത്ഥി, ദിനം തോറും ബഹുവിധങ്ങളായ അനേക ഹിംസകളെ കൊണ്ട് സമ്പാദിക്കപ്പെടുന്ന ധനം കൊണ്ട് കുടുംബം അനുപുഷ്ണൻ, സ്വകുടുംബത്തെ പുലർത്തുന്നവനും, ശ്രീജിത സ്ത്രീകൾക്ക് വശ്യനും, ബാലലാളി കുട്ടികളെ ലാളിച്ച് കഴിച്ചുകൂട്ടുന്നവനും, ഗൃഹാസക്ത ഗൃഹത്തിൽ അത്യന്തം ആസക്തിയുള്ളവനും, മൈ അഭക്ത എന്നിൽ തീരെ ഭക്തിയില്ലാത്തവനുമായ പുരുഷൻ, യാതനാം വിശദിഹി അതിതീവ്രമായ നരകദുഃഖത്തെ പ്രാപിക്കുന്നു. അഹഹ അഹോ കഷ്ടം കഷ്ടം. ഇതി കപിലതനോത്വം ദേവഹൂതി നഗാതി. ഇപ്രകാരം കപിലമൂർത്തിയായ നിദ്രുവടി ദേവഹൂതി ദേവിക്ക് ഉപദേശിച്ചു. ഇവിടെ രജോ ഗുണപ്രധാനമായ ജീവന്റെ ഗതിയെ പറയുകയാണ്. കർമ്മവാസനകൾ അടങ്ങാത്ത കാരണം വീണ്ടും വീണ്ടും കർമ്മം ചെയ്തും വാസനകളെ വർദ്ധിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന ജീവൻ വീണ്ടും വീണ്ടും പല യോനികളിൽ ജനിച്ച് മരിക്കേണ്ടതായി വരും. രജോ ഗുണം മാറാതെ ജീവന് പുനർജന്മം ഇല്ലാതാവില്ല. സച്ചിദാനന്ദമൂർത്തിയായ എന്നിൽ തീരെ ഭക്തിയില്ലാത്ത മൂഢന്മാർ പുത്രകളത്രാദി സങ്കുലമായ ഗൃഹത്തിൽ ആസക്തരാകുന്നു. അവരെ പരിപാലിക്കുന്നതിനു വേണ്ടി അതികഠിനങ്ങളായ പാപകർമ്മങ്ങളെയും ആചരിക്കുന്നു. അന്യരെ വഞ്ചിക്കുകയും പല പ്രകാരത്തിൽ ഉപദ്രവിക്കുകയും ഹിംസിക്കുകയും ചെയ്ത് അന്യായമായി സമ്പാദിക്കപ്പെട്ട ധനം കൊണ്ട് സ്വകുടുംബം പോഷിപ്പിക്കുന്നു. യച്ഛ കാമസുഖം ലോകേ യച്ഛ ദിവ്യം മഹത്സുഖം തൃഷ്ണയാക്ഷയസുഖസ്യൈതേ നാഹത ഷോഡശീം കലാം. ഈ തത്വം ഗ്രഹിക്കാതെ കാമസുഖങ്ങളിൽ മാത്രം ഭ്രമിച്ച് സ്ത്രീകളുടെ കൈകളിലെ കളിപ്പാട്ടമായി മാറി അത്യധികമായ മമതാഭിമാനത്തോടുകൂടി പ്രേമപരവശരായി ശിശുക്കളെ ലാളിച്ചുകൊണ്ടും കാലം നയിക്കുന്നു. മഹിതം എന്താണെന്നുള്ള ബോധമോ ഭഗവത് ഭക്തിയോ ലേശം പോലുമില്ലാത്ത ഈ ദുർജനങ്ങൾ ഒടുവിൽ തങ്ങളുടെ പാപകർമ്മങ്ങൾക്ക് അനുരൂപമായി രൗരവം, മഹാരൗരവം തുടങ്ങിയ നരകങ്ങളിൽ പതിച്ച് യാതനാ ശരീരത്തിൽ പ്രവേശിച്ച് ദുരന്ത ദുഃഖം അനുഭവിക്കുന്നു. അനായാസേന പരമപദത്തിൽ എത്തിച്ചേർക്കുന്ന പരമരമണീയമായ ഭക്തിമാർഗത്തെ ഉപേക്ഷിച്ച് ഈ മൂഢന്മാർ ഇപ്രകാരം ദുർമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നതിൽ കവിക്കുള്ള ഖേദത്തെ പ്രകടിപ്പിക്കുകയാണ് അഹഹ എന്നുള്ള ശബ്ദത്തിലൂടെ. കഷ്ടം കഷ്ടം എന്ന അർത്ഥത്തിൽ ഭഗവത് ഭക്തിശൂന്യരായ പാപിഷ്ടജനങ്ങളുടെ നരകപാതക്രമം ഭാഗവതത്തിൽ ഇപ്രകാരം പറയുന്നു. നിര്യാണകാലത്തിൽ കാലദൂതന്മാർ അവരുടെ ജീവനെ യാതനാ ശരീരത്തിലാക്കി, അതായത് മരിച്ചു കഴിഞ്ഞാൽ ജീവൻ പ്രവേശിക്കുന്ന സൂക്ഷ്മ ശരീരമാണിത്. പാശങ്ങളെ കൊണ്ട് കെട്ടിവരിഞ്ഞ് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ 2-3 മുഹൂർത്ത നേരം കൊണ്ട് 99,000 യോജനയ്ക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന യമപുരിയിലേക്ക് കൊണ്ടുചെല്ലുന്നു. അവിടെ 28 കോടി നരകഭേദങ്ങളുള്ളതിൽ അവരവരുടെ പാപകർമ്മങ്ങൾക്ക് അനുരൂപമായ വിധം അതാത് നരകങ്ങൾ പ്രവേശിക്കപ്പെട്ട മനുഷ്യർ ദണ്ഡിക്കപ്പെടുന്നു.
അതിനുശേഷം തൃണാദികളിൽ 11 ലക്ഷവും ജലജന്തുക്കളിൽ 9 ലക്ഷവും കൃമിയോനികളിൽ 11 ലക്ഷവും പക്ഷിവർഗത്തിൽ 10 ലക്ഷവും മൃഗയോനിയിൽ 7 കോടിയും ഒടുവിൽ ചണ്ഡാല ശൂദ്ര വൈശ്യ ക്ഷത്രിയാദി യോനികളിൽ 4 ലക്ഷവും ജന്മങ്ങളെടുത്ത് പാപഫലങ്ങൾ മുഴുവൻ അനുഭവിച്ചു തീർന്നതിൽ പിന്നെ ഏതോ സുഹൃതകർമ്മ വൈഭവത്താൽ ബ്രാഹ്മണ്യം ലഭിക്കുന്നതാണ്. അവിടെ പിന്നെയും പാപിയായി ഭവിക്കുന്ന പക്ഷം വീണ്ടും മുൻപറഞ്ഞ നരകങ്ങളിൽ ആ ജീവൻ ചെന്ന് പതിക്കുന്നു എന്ന് കപിലമൂർത്തിയായ ഗുരുവായൂരപ്പ അങ്ങ് സ്വമാതാവായ ദേവഹൂതിക്ക് ഉപദേശിച്ചു. വിശേഷബുദ്ധി മനുഷ്യന് മാത്രമുള്ളതാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് എല്ലാത്തിനും ആശ്രയമായ ഈശ്വരനെ പ്രാപിക്കാൻ സാധിച്ചാൽ ആ ജീവൻ എത്ര തന്നെ അധപതിച്ചതാണെങ്കിലും ശരി ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. അഹഹ ബഹുലഹിംസ സഞ്ചിതാർത്തേ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ ശ്രീചിതോ ബാലലാളീ വിശദി ഗൃഹസക്തോ യാതനാം മയ്യഭക്താം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നകാതി. ഓം തത്സത്. ഹരി ഓം.